അവളുടെ അലറിക്കരച്ചിൽ കേട്ടപ്പോഴാണ് താൻ എന്താണ് ചെയ്തത് എന്ന ബോധം മഹാദേവൻ ഉണ്ടായത്. അവൻ അപ്പോൾ തന്നെ അവളെ മുറിയിലേക്ക് കൊണ്ടുപോയി. മെഡിസിൻ ബോക്സിൽ ഉണ്ടായിരുന്ന മെഡിസിൻ എടുത്ത് അവളുടെ കയ്യിൽ പുരട്ടിക്കൊടുത്തു. പിന്നീട് കോട്ടൺ വെച്ച് കെട്ടിക്കൊടുത്തു. ഭയം മാറാതെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് അവൾ അപ്പോൾ. സോറി, ഞാൻ ചെറിയൊരു ടെൻഷനിലായിരുന്നു. പെട്ടെന്ന് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. താൻ ഉറക്കെ കരഞ്ഞപ്പോഴാണ് ഞാൻ സ്വബോധത്തിലേക്ക് വന്നത്. അവന്റെ സോറി പറച്ചിൽ കേട്ട് അവൾ പുച്ഛത്തോടെ മുഖം തിരിച്ചു. പ്രാണനെടുക്കുന്ന വേദന തന്നിട്ട് സോറി പറഞ്ഞാൽ മതിയല്ലോ എന്നോർത്ത് അവൾ കരഞ്ഞു. ആ രാത്രി അങ്ങനെ കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം രാവിലെ തന്നെ അവൾ അടുക്കളയിലേക്ക് ചെന്നു. അപ്പോൾ ജയശ്രീ അടുക്കളയിൽ ധൃതി പിടിച്ചുള്ള പണിയിലായിരുന്നു. ആഹാ, താൻ എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേറ്റ്? ഹണിമൂൺ ആഘോഷിക്കാൻ വന്നിട്ട് ഇത്ര നേരത്തെ എഴുന്നേറ്റ് പോന്നാൽ എങ്ങനെയാ രാവിലെ കെട്ടിപ്പിടിച്ചു കിടക്കുന്നതിന്റെ ആ സുഖം അറിയുക? അത് താൻ നഷ്ടപ്പെടുത്തിയില്ലേ? മഹാദേവൻ ഇതിനൊന്നും വഴക്കൊന്നും പറയില്ലേ? മഹാദേവന്റെ സ്ഥാനത്ത് അതുലായിരുന്നെങ്കിൽ ഇപ്പോൾ എന്നെ കണ്ണു പൊട്ടുന്ന ചീത്ത പറഞ്ഞേനെ. ജയശ്രീ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതിനു പകരമായി കാന്തി ഒന്ന് ചിരിച്ചുവെന്ന് വരുത്തി. അപ്പോഴാണ് ജയശ്രീ അവളുടെ കയ്യിലെ മുറിവ് ശ്രദ്ധിക്കുന്നത്. അയ്യോ, ഇതെന്തു പറ്റിയതാ? കയ്യിൽ എന്തു പറ്റി എന്ന് പറഞ്ഞ് ജയശ്രീ അവളുടെ കൈ പരിശോധിക്കാൻ തുടങ്ങി. ഹെയർ ഡ്രയർ അറിയാതെ കൊണ്ടതാ. നല്ല ചൂടുണ്ടായിരുന്നു. കുറച്ച് ആഴത്തിൽ പൊള്ളി. അവൾ ജയശ്രീയുടെ മുഖത്തു നോക്കാതെ പറഞ്ഞു. എന്റെ കാന്തി, ഇവിടെ ഹണിമൂൺ ആഘോഷിക്കാൻ വന്നിട്ട് നിങ്ങൾക്കെന്നും ഓരോരോ ബുദ്ധിമുട്ടുകളാണല്ലോ. സാന്താക്ലോസ് വില്ലേജിൽ വീണിട്ട് 2 ദിവസം കിടപ്പിലായിരുന്നു. ഇപ്പോൾ ഇന്നലെ ഹെയർ ഡ്രയർ കൊണ്ട് കൈയും പൊള്ളിച്ചു എന്ന് പറഞ്ഞ് ഒരു കപ്പ് കാപ്പി എടുത്ത് അവൾ കാന്തിക്ക് നൽകി. മറ്റൊരു കപ്പ് എടുത്ത് മഹാദേവന് മാറ്റിവെച്ചു. കാന്തി ഒന്നും മിണ്ടാതെ തന്റെ കാപ്പി കുടിച്ചതിന് ശേഷം അടുത്ത കപ്പ് കാപ്പി എടുത്ത് മുറിയിലേക്ക് പോയി. മുറിയിൽ മഹാദേവൻ സുഖമായി ഉറങ്ങുകയാണ്. അവൾ കുറച്ചു സമയം അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല സർ. ചിലപ്പോൾ ക്രൂരമായി ഉപദ്രവിക്കും, പിന്നീട് സ്നേഹം കൊണ്ട് പൊതിയും. നിങ്ങൾ എനിക്ക് നൽകിയ മുറിവുകൾ ഉണങ്ങി വരികയായിരുന്നു. പക്ഷേ ഇന്നലെ എന്നോട് ചെയ്തത് ക്രൂരമായി പോയി സർ. പുകയുന്ന കനൽ കയ്യിലേക്ക് കുത്തിക്കയറുമ്പോഴുള്ള വേദന മരണവേദനയാണ്. അതിന്റെ പുകച്ചിൽ മാറാൻ ഒരുപാട് സമയമെടുക്കും. എന്റെ മനസ്സും ശരീരവും ഒരുപോലെ ഇന്നലെ വേദനിച്ചു എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവളുടെ കയ്യിലിരുന്ന ചൂട് കാപ്പി അവൾ അവന്റെ മുഖത്തേക്ക് ഒഴിച്ചു. അയ്യോ എന്ന നിലവിളിയോടെ അവൻ പുതപ്പ് മാറ്റിക്കൊണ്ട് എഴുന്നേറ്റു. എന്താണ് സംഭവിച്ചത് എന്ന് അവന് മനസ്സിലായില്ല. കഠിനമായ മുഖത്തെ നീറ്റം സഹിക്കാൻ കഴിയാതെ അവൻ ബാത്റൂമിലേക്ക് ഓടി. അവിടെ ബാത്ത് ടബിൽ കയറി കിടന്നു. അവിടെ കിടന്നിട്ടും അവൻ നിലവിളിക്കുന്നുണ്ടായിരുന്നു. അവന്റെ നിലവിളി കേട്ട് ഉറങ്ങിക്കിടന്നിരുന്ന അതുൽ ചാടി എഴുന്നേറ്റു. അതുലും ജയശ്രീയും അപ്പോഴേക്കും അവരുടെ മുറിയിലേക്ക് ഓടി വന്നു. എന്താ പറ്റിയേ? അത് പിന്നെ എന്റെ കൈയൊന്ന് സ്ലിപ്പായി. കോഫി കപ്പ് സാറിന്റെ മുഖത്തേക്ക് മറിഞ്ഞു. അവൾ താഴെ നോക്കി സങ്കടത്തോടെ പറഞ്ഞു. അതെങ്ങനെയാ കൈ സ്ലിപ്പാകുന്നേ? ജയശ്രീ കാന്തിയോടായി ചോദിച്ചു. അത് പിന്നെ ഞാൻ കോഫിയുമായി വന്നപ്പോൾ സാർ എന്റെ കൈ പിടിച്ച് ബെഡിലേക്ക് മറിച്ചിട്ടു. താഴെ നോക്കി നാണത്തോടെ അവൾ പറഞ്ഞു. അത് കേട്ടതും അതുലിന്റെയും ജയശ്രീയുടെയും മുഖത്ത് നാണം വിരിഞ്ഞു. ഇവന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ബാത്റൂമിന്റെ ഡോറിന്റെ അടുത്തേക്ക് പോയി അതുൽ. എന്റെ മഹാദേവ, കാന്തി നിന്റെ കൂടെ 24 മണിക്കൂറും ഇല്ലേ? പിന്നെ എന്തിനാണ് നീ ഇത്ര ആക്രാന്തം കാണിക്കുന്നത്? കോഫി കപ്പ് മാറ്റി വെച്ചിട്ട് വേണ്ടേ ഭാര്യയെ കെട്ടിപ്പിടിക്കാൻ? നിനക്കിത്ര ബോധമില്ലാതെ പോയല്ലോ എന്ന് മഹാദേവനോടായി പറഞ്ഞുകൊണ്ട് ജയശ്രീയും അതുലും അവിടെ നിന്നും പോയി. കുറെ കഴിഞ്ഞതും മഹാദേവൻ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. അവൻ വരുന്നത് കണ്ടതും അവൾ ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്നു. എങ്ങനെയാ എന്റെ മുഖം പൊള്ളിയത്? നീറിയിട്ട് വയ്യ. ചൂടുവെള്ളം എങ്ങനെയാ എന്റെ മുഖത്ത് വീണത്? അവൻ കാന്തിയോട് ചോദിച്ചു. അതെന്നോടാണോ ചോദിക്കുന്നത്? ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് ആ ജയശ്രീ മേഡത്തിന്റെയും അതുൽ സാറിന്റെയും മുമ്പിൽ നിന്ന് ഞാൻ ഉരുകുകയായിരുന്നു. വെറുതെ അവരുടെ മുമ്പിൽ നാണം കെട്ടു, അവൾ നാണത്തോടെ പറഞ്ഞു. അപ്പോഴും കാന്തി പറയുന്നു ഒന്നും മനസ്സിലാകാതെ അവളെ തന്നെ നോക്കിയ ശേഷം അവൻ അവളോടായി പറഞ്ഞു. നീ കാര്യം പറയടി, എങ്ങനെയാ എന്റെ മുഖം പൊള്ളിയത്? വെറുതെ ഒന്നും അറിയാത്തവനെ പോലെ അഭിനയിക്കല്ലേ സാറേ. എന്നാൽ ഉണ്ടായ സംഭവം പറയാം. കോഫി കപ്പ് കയ്യിലിരിക്കുമ്പോൾ കൈ പിടിച്ചു വലിച്ചാൽ പിന്നെ കോഫി മറിഞ്ഞ് താഴെ പോവില്ലേ? സാറിന്റെ കഷ്ടകാലത്തിന് സാറിന്റെ മുഖത്തേക്ക് വീണു എന്നു മാത്രം. അവൾ അവന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിന് ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുകയല്ലേ ആയിരുന്നേ? ഞാൻ നിന്നെ എപ്പോൾ പിടിക്കാൻ വന്നു? അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. സാറേ, ഒന്നും അറിയാത്തവനെ പോലെ അഭിനയിക്കല്ലേ. കുറച്ചു നാളായി സാറിന് ഈ സ്വഭാവം തുടങ്ങിയിട്ട്. എന്തെങ്കിലും അക്രമമൊക്കെ ചെയ്യും.
അവസാനം അത് അറിയാതെ ചെയ്തതാണ്, ഓർമ്മയില്ലാതെ ചെയ്തതാണ് എന്നൊക്കെ പറയും. ഞാൻ കോഫി കൊണ്ടുവന്ന് സാറിനെ വിളിച്ചത് സാറിന് ഓർമ്മയുണ്ടോ? കാന്തി ചോദിച്ചു. ഇല്ല, അവൻ കുറച്ചു നേരം ഓർത്തതിന് ശേഷം പറഞ്ഞു. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, എന്നാലും പറയാം. കോഫി തരാനായി ഞാൻ സാറിനെ വിളിച്ചതും സാർ എന്റെ കയ്യിൽ കയറി പിടിച്ചു ബലമായി എന്നെ കട്ടിലേക്ക് മറിച്ചിട്ടു. സാറിന്റെ കഷ്ടകാലത്തിന് എന്റെ കയ്യിലിരുന്ന കോഫി മുഴുവൻ സാറിന്റെ മുഖത്തായി. ദുഃഖം അഭിനയിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അയ്യോ, എന്തൊരു നീറ്റൽ! ഈ നീറ്റൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ കൊണ്ടുവന്ന മെഡിസിൻ എടുത്ത് പുരട്ടാൻ തുടങ്ങി. ഈ ഓയിൽമെന്റ് പുരട്ടിയിട്ടൊന്നും നീറ്റൽ കുറയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ വാഷ് ബേസിന്റെ അടുത്ത് പോയി നിന്ന് തണുത്ത വെള്ളം മുഖത്തേക്ക് കോരി ഒഴിക്കാൻ തുടങ്ങി. എന്നാലും എന്റെ കാന്തി, ഇതൊന്നും എനിക്ക് ഓർമ്മയില്ലടി എന്ന് പറഞ്ഞ് അവൻ തണുത്ത വെള്ളം മുഖത്തേക്ക് കോരി ഒഴിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ സാറേ ശരീരം പൊള്ളുന്നതിന്റെ വേദന എന്നൊക്കെ അവൾ അവനെ നോക്കി ചിന്തിച്ചു. അന്ന് രാത്രി ഗാർഡനിൽ എന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് മഹാദേവൻ. ധാരാളം മഞ്ഞു പെയ്യുന്നുണ്ട്. ആ മഞ്ഞു കണങ്ങൾ മഹാദേവന്റെ താടിയിലും മുടിയുമിലായി അങ്ങിങ്ങായി പറ്റിപ്പിടിച്ചിരിക്കുന്നു. താടിയിലും മുടിയിലുമെല്ലാം മഞ്ഞു കണങ്ങൾ പറ്റിയിരിക്കുന്നത് കൊണ്ട് അവയെല്ലാം നരച്ചതുപോലെ കാണപ്പെട്ടു. എന്റെ മഹാദേവൻ ഡോക്ടറെ, താൻ എന്താടോ ഈ മഞ്ഞിൽ വന്നിരിക്കുന്നത്? ഇവിടെ വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞില്ലേ? ഇപ്പോഴും മഞ്ഞിനോടുള്ള കൊതി മാറിയില്ലേ? ദേ, നമ്മുടെ നാട്ടിലെ മഴ പോലെയാണ് ഇവിടെ മഞ്ഞു പെയ്യുന്നത്. അധിക സമയം ഇവിടെ ഇരുന്നാൽ നീ മഞ്ഞിൽ മൂടിപ്പോകും എന്ന് പറഞ്ഞ് അതുൽ അവന്റെ അടുത്ത് വന്നിരുന്നു. അപ്പോഴും മഹാദേവന്റെ ഭാഗത്ത് മൗനമാണ്. എന്തു പറ്റി എന്റെ ഡോക്ടറെ? രാവിലത്തെ ചൂട് ചായയുടെ പൊള്ളലൊക്കെ മാറിയോ എന്ന് പറഞ്ഞ് അതുൽ അവന്റെ കവിളിൽ തലോടി. മുഖം നിറയെ താടിയുള്ളത് കൊണ്ട് പിന്നെ പൊള്ളൽ അധികം അറിയില്ല. എന്നാലും എന്റെ മഹാദേവൻ സാറേ, ദേഷ്യമാണ്, വാശിയാണ്, പ്രതികാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബെഡ്റൂമിൽ മറ്റേ പരിപാടിക്ക് ഒരു കുറവുമില്ല അല്ലേ? അതുൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ കോഫി അവൾ എന്റെ മുഖത്തേക്ക് മനഃപൂർവ്വം ഒഴിച്ചതാണ്. മഹാദേവൻ ദൂരേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. വാട്ട്? ഒരിക്കലുമില്ല, അത് നിന്റെ തോന്നൽ മാത്രമാണ്. അതൊരു പാവം നിഷ്കളങ്കയായ കുട്ടിയാണ്. അവൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളെ എതിർത്തുകൊണ്ട് അതുൽ പറഞ്ഞു. ഞാൻ ഇന്നലെ അവളെ സിഗരറ്റ് കൊണ്ട് കുത്തിയതിന് അവൾ പകരം വീട്ടിയതാ. അവൻ അതുലിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ അവളുടെ കൈ പൊള്ളിച്ചോ? അതുൽ ചോദിച്ചു. മനഃപൂർവ്വം ചെയ്തതല്ല. അവളുടെ അച്ഛന്റെ ക്രൂരതകളെ പറ്റി ഓർത്ത് ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ അവൾ വന്ന് തൊട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞ് ഞാൻ അവളോട് സോറിയൊക്കെ പറഞ്ഞതാ. പക്ഷേ അവളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു നീക്കം ഞാൻ പ്രതീക്ഷിച്ചില്ല, മഹാദേവൻ പറഞ്ഞു. ആണോ? എന്നാൽ നന്നായി പോയി. നിന്റെ സ്വഭാവത്തിന് തീക്കൊള്ളി എടുത്ത് നിന്റെ ശരീരം മുഴുവൻ പൊള്ളിക്കേണ്ടതാണ്. ആ കുട്ടി മര്യാദക്കാരി ആയതുകൊണ്ട് മാത്രം നിന്നെ ഇത്രയേ ചെയ്തുള്ളൂ. നീ എന്താടാ വിചാരിച്ചത്? നിനക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്നാ? അവള് മിടുക്കിയ. നീ ഇറക്കിയ അതേ നാണയത്തിൽ തന്നെ അവള് നിനക്ക് തിരിച്ചടിച്ചു. അതുൽ അവനെ നോക്കി പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതുൽ ഇത്രമാത്രം പറഞ്ഞിട്ടും മഹാദേവൻ അവനോട് ഒന്നും തന്നെ പറഞ്ഞില്ല. മനസ്സിലെന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവനിരുന്നു. എടാ, ഏതെങ്കിലും മനുഷ്യന്മാർ ചെയ്യുന്ന പ്രവൃത്തിയാണോ നീ ഈ ചെയ്തത്? സിഗരറ്റ് കുറ്റിയെടുത്ത് പച്ച ശരീരത്തിൽ കുത്തിക്കയറ്റുമ്പോഴുള്ള വേദന മരണവേദനയാണ്. ആ പാവം കുട്ടിയുടെ ശരീരം പൊള്ളിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? നീ എന്നാടാ ഇത്രയ്ക്കും ക്രൂരനായി മാറിയത്? ഏതായാലും എനിക്ക് ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി. നിന്റെ അഭിനയമൊക്കെ അവൾ മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിലാക്കുക മാത്രമല്ല, അതനുസരിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട്. ഈ നിലയ്ക്ക് പോയാൽ അവൾ തെരുവിലിറങ്ങേണ്ടി വരില്ല. പകരം നിന്നെ അവൾ തെരുവിലിറക്കും. ഓർത്തു വെച്ചോ നീയെ, അതുൽ മുന്നറിയിപ്പ് പോലെ പറഞ്ഞു. ശരിയാണ്, അവൾ എന്നിലെ ചെകുത്താനെ മനസ്സിലാക്കിയിരിക്കുന്നു. തിരിച്ചും അതേ നാണയത്തിൽ തന്നെ എന്നോട് കളിക്കാനാണ് അവളുടെ ഉദ്ദേശം എന്ന് തോന്നുന്നു, മഹാദേവൻ പറഞ്ഞു. അത് തന്നെ. അപ്പോൾ നിനക്ക് കാര്യം മനസ്സിലായി അല്ലേ? ഇനി അധികം അവളുടെ അടുത്ത് പോയി നാറാൻ നിൽക്കാതെ ഒന്നെങ്കിൽ അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കുക, അല്ലെങ്കിൽ സത്യം തുറന്നു പറഞ്ഞു ഉപേക്ഷിക്കുക. ഇതിലേതെങ്കിലും ഒരു വഴി നോക്കുന്നതായിരിക്കും നല്ലത്, അതുൽ അവനെ ഉപദേശിച്ചു. അങ്ങനെ അവളെ വിട്ടുകളയാൻ പറ്റില്ല. ഞാൻ അവളെ എന്റെ വഴിക്ക് തന്നെ കൊണ്ടുവരും. ഏതായാലും ഇനി അല്പം കരുതിയിരിക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും മഹാദേവൻ തുമ്മാൻ തുടങ്ങി. എന്റെ മഹാദേവ, നീ അകത്തേക്ക് കയറിപ്പോയേ. ഈ മഞ്ഞത്തിരിക്കുന്നത് കൊണ്ടാണ് തുമ്മുന്നത് എന്ന് പറഞ്ഞ് അവൻ മഹാദേവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ മുറിയിലെത്തിയപ്പോഴേക്കും കാന്തി ഉറങ്ങിയിരുന്നു. മുറിയിലെത്തിയതും മഹാദേവൻ തുമ്മാൻ തുടങ്ങി. അവൻ മൂക്ക് തിരുമ്പാനും കണ്ണു തിരുമ്പാനും എല്ലാം തുടങ്ങി. അവന്റെ തുമ്മൽ കേട്ട് കാന്തി ചാടി എഴുന്നേറ്റു.